നീ ചെയ്. ഇതിലോട്ട് വന്നില്ലേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ് നമ്മൾ എവിടെയാണ് പോകുന്നേ? മുടി വെട്ടാൻ വേണ്ടി പോവാ. അപ്പൊ നമ്മളിന്ന് പാർലറിലേക്ക് മുടി വെട്ടാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മളെ വീട്ടില് ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നോണ്ട് തന്നെ കണ്ടോ എല്ലാരും വന്നിട്ടുണ്ട്. അതെ, പൊട്ടൊക്കെ തല ശബരി ഉണ്ട്, അമ്മമ്മയുണ്ട്. മുടി വെട്ടാനാണ് പോകുന്നത്. കുറച്ച് മുടിയുള്ള കേസ് ഞാൻ കത്തി എന്തായാലും അപ്പൊ കേട്ടോ എന്നാ അപ്പൊ എന്നാ ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ്. ബൈ. പറയുന്ന കേട്ടില്ലേ? കൊച്ചിച്ചനാണ് പോലെ കൊച്ചിച്ചൻ എന്റെ ചാനൽ റിപ്പോർട്ട് അടിക്കുന്നത്. കൊച്ചിച്ചന്റെ ചാനൽ നമ്മളെ റിപ്പോർട്ട് അടിക്കാം. ഇല്ല നമ്മൾ പോവല്ലേ ശബരി വാ. ഞാൻ ഇവളീ ഡ്രസ് ഇട്ടോണ്ട് ഞാനും ഇങ്ങനത്തെ ഡ്രസ് ഇട്ടതാ. കളർ എന്ത് ചേരുന്നുണ്ട്? ഉണ്ടായി പിങ്ക് ഈ കളറും. അനി നിങ്ങളെ ഒളിച്ചോടിയ മറ്റേ ലവ് സ്റ്റോറി ഗൈസ് നമുക്കൊരു കണ്ടന്റിനുള്ളതുണ്ട്. തരാം. എന്താണ്? ദാരിദ്ര്യം എന്താണ്? അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറ, ഡീറ്റെയിൽസ് പറ. എന്താണ് എത്രാമത്തെ വയസ്സിലാണ് ഒളിച്ചോടിയത്? എനിക്ക് 18 വയസ്സിൽ 19 വയസ്സിലായിരുന്നു. 19 വയസ്സിൽ ഒളിച്ചോടി. 22. എന്തായാലും ഒളിച്ചോടി ഗൈസ്. ഓക്കെ, അപ്പൊ എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ഗൈസ് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ടുട്ടും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിന് ശേഷം നേരെ പോയിട്ടുണ്ടായിരുന്നു നാളത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാനായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ആ ഷോപ്പിലേക്ക് പോവാണ്. മുട്ടായി കട അവിടെ മിഠായി കടയിൽ എത്തിരിക്കാനായിട്ടോ. സബ്സ്ക്രൈബേഴ്സിനോടൊന്നും പറയുന്നില്ലേ? അതായത് ഇതാണ്. വാ, രസമുണ്ട്. ഇതിൽ ഫുള്ള് ഫ്രീ ആക്കി വരുമ്പോ 400 അല്ല കെജി ഇത് മിക്സ് ആക്കി. ഇതാണ് അബിന, തിരുവനന്തപുരത്ത് നിന്ന് ഇന്നലെ വന്നതാണ്. അത് അവളെ അനിയനാണ്. ശബരി എന്തേലും വാങ്ങിത്തരുമോ? നമ്മളെ ഹാമ്പർ ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ചോക്ലേറ്റ്. നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവരവിടെ നമുക്ക് കുറേ ഡെമോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് അതൊന്നും അനുസരിച്ചിട്ടല്ല, ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏകദേശം ഒരു ഐഡിയ വെച്ച് അങ്ങനെ ഒരു ഹാമ്പർ ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുണ്ടല്ലോ, ഇതും ആ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത കട്ടൊക്കെ ചെയ്ത് സെറ്റൊക്കെ ചെയ്ത് സെറ്റ്. കൂടുതൽ
എന്താണ് പറയാനുള്ളത്? മധുരം 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 കൊടുക്കലാണ്. എല്ലാരും വരണം. പക്ഷെ ആരും വരരുത്. ഞങ്ങളെ ഒരു മാന്യതയ്ക്ക് നമ്മളങ്ങനെ വിളിക്കും. പക്ഷെ എന്താ അത് ആരും വരരുത്. വരുന്നവർക്ക് ശബരി, എന്താണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്? അൺസബ്സ്ക്രൈബ് ചെയ്യുക. പോടാ എടാ, നീ എന്തെങ്കിലും ലൈക്ക് അടിക്കൂലടാ? നീ ലൈക്ക് അടിക്കൂലേ? ഡിസ്ലൈക്ക് അടിക്കുക. കമന്റ് ഇടാൻ വേണം, എല്ലാത്തിനും കമന്റ്. കാസർഗോഡുകാരല്ല അതിന്. ഹെയർ കട്ട് ചെയ്ത് ആകെ തലയ്ക്ക് തീ പിടിച്ച് നടക്കുന്ന ശബരിനെ നോക്കി എല്ലാവരും ഫ്രണ്ട്സ് സിനിമയിലെ ജയറാമിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് കളിയാക്കായിരുന്നു. പാവം എന്തൊക്കെ പറഞ്ഞാലും അവൻ ആറ്റിറ്റ്യൂഡ് ഇട്ട് ഒരു കളിയല്ല. ഹെയർ വെട്ടിയതിൽ ഒരു റിഗ്രറ്റും ഇല്ല എന്നുള്ള രീതിയിൽ ഞങ്ങളെ മുന്നിൽ നിന്ന് പാവം അഭിനയിക്കുകയായിരുന്നു. അവിടുത്തെ മിഠായികളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ചു നേരം സംസാരിച്ചൊക്കെ നിന്നപ്പോഴത്തേക്കും അങ്ങനെ നമ്മുടെ ഹാമ്പർ ഇവിടെ അവർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സെറ്റാ. ഇവൻ ചെയ്, നീ ചെയ്. അവ ഓടുന്നു കിടന്നു. എന്താണ് പറയാനുള്ളത്? എന്താണ് മലപ്പുറംകാരെ സ്നേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്? നല്ല സ്നേഹം ഇവിടുത്തെ നാട്ടുകാർക്ക്. തിരുവനന്തപുരത്തിന്റെ കഴിഞ്ഞ് ഇവിടെ നൈസാണ്. പാൽപ്പൊടിയായി ബ്രൂവോ? എവിടെ? ഞാൻ കണ്ടില്ല. അതാണോ പോവാ? ശബരീനെ വീട്ടിൽ നിന്ന് ഇപ്പൊ ചായ അപ്പൊ ഞങ്ങളെ പുറത്ത് അങ്ങനെ നമ്മളോട് നിന്നപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ പുറത്തുനിന്ന് നമ്മളോട് എന്തൊക്കെയോ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളെ ശബരി പോയി ചോദിച്ചപ്പോഴാണ് ആ ചേട്ടന് റീചാർജ് ചെയ്യുന്ന ഷോപ്പ് എവിടെയാന്ന് ചോദിച്ചു വന്നായിരുന്നു. അങ്ങനെ ശബരി ആ ചേട്ടനെ ഹെൽപ്പ് ചെയ്തു. പാവാണ് ശബരി. പോയി ചോക്ലേറ്റ് അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ വന്ന പണികളെല്ലാം ഏകദേശം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം ചില സാങ്കേതിക തകരാറുകൾ കാരണം എൻ്റെ ഡ്രസ്സ് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ നേരെ പാർലറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഹെയർ കട്ട് ചെയ്യാൻ. ആദ്യം തന്നെ ഹെയർ വാഷ് ചെയ്യായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നേ. അതിനിടയിലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ഷൻ കാണിച്ച് ആദ്യം വിളിക്കുകയാണ് ഗൈസ്. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലോഗ് എടുക്കാൻ ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥത. വീട്ടിൽ കുളിക്കില്ല.
എന്താടി ലുട്ടാപ്പിയ കൊമ്പുള്ള ലുട്ടാപ്പി? ഹെയർ കട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താണെന്നറിയില്ല ഗൈസ്, അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസ് ഒന്നും അങ്ങോട്ട് പുറത്തോട്ട് വരുന്നില്ല. ഇതിൻ്റെ മാത്രം കുഴപ്പമില്ല എന്ന് എനിക്കറിയാം, ഓൾമോസ്റ്റ് എല്ലാ ഗേൾസും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണിത്. കാരണം ഞാൻ ഹെയർ കട്ട് ചെയ്യണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു, കുറച്ച് ഹെയറേ ആകെ ഉള്ളൂ. പക്ഷെ എന്നാലും കട്ട് ചെയ്ത് അങ്ങ് തുടങ്ങുമ്പോഴത്തേക്കും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു തീയ, എന്താണെന്നറിയില്ല. എന്തായാലും കട്ട് ചെയ്തു. അങ്ങനെ ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് ആ ചേച്ചിനോട്, കുറച്ച് കട്ട് ചെയ്യണം. ഞാൻ ലെയർ കട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കും അവരുടേതായ രീതികളൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ, നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഈ ഒരു പോർഷനിൽ എത്തുമ്പോഴത്തേക്കും ആ മുടി അങ്ങ് കട്ട് ചെയ്തങ്ങ് വീഴുന്ന കാണുമ്പോൾ ഗായ്സ് സത്യം പറയട്ടെ ഞാൻ ആകെ തകർന്നു പോയി എന്ന് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല രീതിക്ക് ഡാമേജ്ഡ് ആയിരുന്നു, കളറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. എന്നാലും എന്താണെന്നറിയില്ല, ഒരു സങ്കടം. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പട്ടെ. ഹെയർ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കായിരുന്നു എത്ര ഹെയർ ആണ് കട്ട് ചെയ്തതെന്ന്. പക്ഷെ ഞാൻ നോക്കുമ്പോഴത്തേക്കും ആകെ കുറച്ച് ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളെങ്കിലും എൻ്റെ തലേന്ന് കുറേ മുടി പോയൊരു ഫീലായിരുന്നു എനിക്ക്. അങ്ങനെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. അതിനിടയിൽ ഞാൻ ആദ്യനോടും റിന്നുവിനോടും ഹെയർ കട്ട് ചെയ്തത് കുഴപ്പമൊന്നും ഇല്ലല്ലോ, രസമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മനസ്സ് തുറന്നങ്ങ് ചിരിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ലായിരുന്നു ഗേസ്. അതിനുശേഷം നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോഴും എൻ്റെ മുഖത്തൊരു മ്ലാനതയായിരുന്നു ഗേസ്. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒക്കെ ഞാനായിട്ട് എൻ്റെ സ്വന്തം തീരുമാനങ്ങൾ ഞാൻ എടുക്കുന്നു, ചെയ്യുന്നു. ആരെയും കുറ്റപ്പെടുത്താനില്ല. അതുകൊണ്ട് പിന്നെ നമ്മളെന്നെ സ്വയം സഹിക്കേണ്ട ചെയ്യാനാണ്. അങ്ങനെ പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ എനിക്ക് സങ്കടം വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന കോസ്റ്റ്യൂമിന് ഈ ഒരു ഹെയർ കട്ട് മാച്ച് ആവുമെന്നായിരുന്നു എൻ്റെ ഒരു പ്രശ്നം. ബട്ട് നമ്മൾ മോഡേൺ കോസ്റ്റ്യൂംസ് ഒക്കെ ഇടുന്ന സമയത്ത് ഇങ്ങനത്തെ ഹെയർ കട്ട് വളരെയധികം അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, അല്ലാണ്ട് ഇനി വേറെ വഴിയൊന്നുമില്ല. എന്തായാലും നമ്മൾ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കൊക്കെ നല്ലൊരു അടിപൊളി ലുക്കായിരുന്നു. ഞാനും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവരുടെ സർവീസ് ആണെങ്കിലും ചെയ്ത വർക്ക് ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. My biological name is Michael Elias Jackson Elias Vikram Elias. Dance master Vikram sir. നല്ല സുഖല്ലേ? കുരങ്ങുവാലി നമ്മൾ വീട്ടിൽ ചെയ്ത് നമുക്ക് നടക്കത്തില്ല. കുഴപ്പമില്ല, ഇറക്കം പറഞ്ഞ ഫാഷനാണ്, വീട്ടിൽ പറഞ്ഞാൽ മതി. കൊള്ളാം. ഇപ്പൊ ഫ്രണ്ടിൽ ഡോറ ഹെയർ സെറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ കുറച്ച് മുടി എൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വന്ന് ഫേസിൽ ഞാൻ തട്ടി ഇങ്ങനെ ചൊറിയാൻ വരുന്നു. ഞാൻ കുറേ പ്രാവശ്യം കുറേ നേരം ഞാനിങ്ങനെ പല രീതിയിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് കഴിഞ്ഞില്ല.
അവസാനം നമ്മുടെ വജ്രായുധമായിട്ടുള്ള അത് തന്നെ എനിക്ക് എൻ്റെ കൈ തന്നെ അങ്ങ് പുറത്തേക്ക് എടുക്കേണ്ടതായിട്ട് വന്നു. എടുത്ത് ഞാൻ ആ ഹെയർ മാറ്റി സുഖമായിട്ടൊന്ന് ചൊറിഞ്ഞു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക്. ഇത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ശ്രീകുട്ടി ഒന്ന് കറങ്ങിക്ക്. അടിപൊളി. മിഡിൽ പോർഷൻ എടുത്ത് അടിപൊളി. അടിപൊളി. സെന്റർ കറക്റ്റ് ആക്കി. രസമുണ്ട്, സീരിയസ് ആയിട്ട് നല്ല രസമുണ്ട്. കൂടെ പോയല്ലേ? അയ്യോ, റിയാക്ഷൻ കാണാൻ വേണ്ടി പോകുന്ന പോക്കാ. പേടിയായിട്ട് പേടിയാക്കിയ എന്തേലും ആവട്ടെ, ഇനിയിപ്പോ വ്യക്തിയല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ മുടിയാണ്, പക്ഷെ എന്റെ മുടിയായിട്ട് പറയാനും പറ്റില്ല, വളരുമില്ല. നമ്മൾ ഹെയർ കട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് പോവാനായിട്ട്. അയ്യോ എനിക്ക് മുടി കണ്ടിട്ട് എക്സ്പ്രഷൻ ഇട എല്ലാരും. പറ വല്യമ്മ പറ, എന്തോന്ന് പറ. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ആറ് ഭാഗത്തുനിന്നും ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞ് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ചു അവരെ കൊണ്ട്. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട്. എന്താണ് ഫുഡിന്റെ മണം വരുന്നുണ്ടോ? മോഹൻലാലിന്റെ എന്ത്? ആ സമയത്ത് സഞ്ജു കൊച്ചനാണെങ്കിൽ ബൈജു മാമനെ ഭയങ്കരമായിട്ട് കടന്ന് ട്രോളുകയായിരുന്നു കേസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അടിച്ചതായി പരിപാടി അവസാനിപ്പിക്കണം കേസ്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ. അപ്പൊ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.